ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പെർഫെക്റ്റ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വീഡിയോ തന്നെ പറഞ്ഞിരുന്നല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, പഠിച്ചു തുടങ്ങിയ കുട്ടികൾക്ക് പെർഫെക്റ്റൊക്കെ പഠിച്ചപ്പോൾ മനസ്സിലായി കാണും എന്ത് അതിൽ ഹെൽപ്പിംഗ് വെർബ് യൂസ് ചെയ്യണമെന്ന്. അതായത് ഹാബൻ അല്ലെങ്കിൽ സൈൻ വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളൊരു വെർബിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളിവിടെ എക്സാമ്പിൾസ് നോക്കാൻ പോവുകയാണ്. ഇഷ് ഹാബ് ഡോഷ് ഗെല്ലേണ്ട്, അതല്ലെങ്കിൽ മരിയ ഹാറ്റ് ഡോഷ് ഗെല്ലേണ്ട്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഒന്ന്, ഞാൻ ഡോഷ് പഠിച്ചു, അല്ലെങ്കിൽ മരിയ ഡോഷ് പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞു പോയ കാര്യമാണ്. മരിയ എന്ന സുബ്ജക്റ്റ് വരുമ്പോൾ അവിടെ അവൾ എന്നതിൽ നമ്മൾ എന്തുപയോഗിക്കും? ഹാറ്റ്. ഹാബിൻ്റെ കോൺജുഗേഷൻ ഹാറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇഷിൻ്റെ കൂടെ ആകുമ്പോൾ ഇഷിൻ്റെ കൂടെ ഇഷ് ഹാബെ. ഞാൻ ഡോഷ് പഠിച്ചു. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ സിനിമയ്ക്ക് പോയിരുന്നു. എങ്ങനെ പറയും? ഇഷ് ബിൻ ഇൻസ്കിനോ ഗഗാങ്ങൻ. ഇനി ഞങ്ങൾ സിനിമയ്ക്ക് പോയെന്നാണെങ്കിലോ? വിയർ സിൻഡ് ഇൻസ്കിനോ ഗഗാങ്ങൻ. ഇനി ഫ്രൈഡേ ഞങ്ങൾ സിനിമയ്ക്ക് പോയിരുന്നതാണെങ്കിലോ? ആം ഫ്രൈറ്റാഗ് സിൻഡ് വിയർ ഇൻസ്കിനോ ഗഗാങ്ങൻ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഗെയിൻ എന്ന വെർബിൻ്റെ കൂടെ നമ്മൾ പാർട്ടിസിപ്പിലോട്ട് മാറ്റിയപ്പോൾ എന്ത് ചെയ്തു? സൈൻ വെർബാണ് യൂസ് ചെയ്തത് അല്ലേ? അതുകൊണ്ട് തന്നെ അതെന്തായി? ഗെയിൻ എന്നുള്ളത് ഗഗാങ് എന്നായി. അപ്പോൾ ഈ സൈൻ വെർബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണത്? മൂവ്മെൻറ്റ്സ് ഉള്ള വെർബുകളെയാണ് സൈൻ വെർബ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഗെയിൻ. അതിപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്ഥലത്തുനിന്ന് സ്ഥലത്തോട്ട്, അത് എ എന്നൊരു പൊസിഷനിൽ നിന്ന് ബി എന്ന പൊസിഷനിലേക്കുള്ള ഒരു ചേഞ്ചസ്. നമ്മളിപ്പം കുറേ വെർബുകൾ പഠിച്ചു അല്ലേ? അതിൻ്റെ കോൺജുഗേഷൻസ് പഠിച്ചു. നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് വെർബുകളെ പഠിക്കാൻ പോവാണ്. അത് നമ്മൾ ഈ വെർബുകളെല്ലാം സൈൻ വെർബ് ഏതാണ്, ഹാബൻ വെർബ് ഏതാണെന്ന് നോക്കാൻ പോവാണ്. ഗെയിൻ, ഫ്ലീഗൻ, ഫാരൻ, ഷുമ്മൻ, കൊമ്മൻ, റൈസൻ, ലൗഫൻ, അൻകൊമ്മൻ, ഇതൊക്കെ എന്താണ്? ഇതെല്ലാം സൈൻ വെർബുകളാണ്. ഈ വെർബുകൾക്കൊക്കെ എന്താണ്? മൂവ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ? ഇപ്പം ഗെയിൻ പറയുകയാണെങ്കിൽ എന്താണ്? ടു ഗോ. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് യാത്ര ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്ലീഗൻ, ടു ഫ്ലൈ. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഫ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഇങ്ങനെയുള്ള വെർബുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈൻ വെർബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റങ്ങൾ, അതായത് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും മറ്റൊരു സിറ്റുവേഷനിലേക്ക് മാറുന്നു, അതിനും നമ്മൾ സൈൻ വെർബ് ഉപയോഗിക്കും. അതിന് എക്സാമ്പിൾസാണ് ഐൻ ഷ്ലാഫൻ, ഓഫ് വാഹൻ, വാക്സൻ, ഓഫ് സ്റ്റെയിൻ, സ്റ്റേർബൻ. ഇതിൻ്റെ മീനിങ് എന്താ നമുക്ക് നോക്കാം. ആദ്യത്തെ വെർബാണ് ഐൻ ഷ്ലാഫൻ, ടു ഫാൾ എസ്ലീപ്പ്. അതായത് ഉറങ്ങാൻ കിടന്ന ഒരാൾ ഉറക്കത്തിലേക്ക് വീഴുന്ന ഒരവസ്ഥ. കിടക്കുമ്പോൾ നമ്മൾ ഉറങ്ങില്ല അല്ല, കുറച്ച് കഴിഞ്ഞില്ല ഉറങ്ങുന്നത്. അതിന് അങ്ങനത്തെ വെർബുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? അതിന് സൈൻ വെർബാണ് ഉപയോഗിക്കുക. പക്ഷേ ഷ്ലാഫൻ എന്ന വെർബ് ഉറങ്ങുന്നു, അവിടെ നമ്മൾ ഹാബൻ വെർബ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഉറങ്ങുകയായിരുന്നു, അത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഇഷ് ഹാബെ ഗഷ്ലാഫൻ. ഇനി ഉറങ്ങിക്കിടന്ന ആൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന ഒരവസ്ഥയില്ലേ, അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഓഫ് വാഹൻ. സോ അതും എന്താണ്? അതും നമ്മൾ സൈൻ വെർബാണ് യൂസ് ചെയ്യുന്നത്. സും ബൈഷ്പീൽ ഇഷ് ഹാബെ ഗഷ്ലാഫൻ und bin ich jetzt aufgewacht. അതിൻ്റെ മീനിങ് എന്താണ്? ഞാൻ ഉറങ്ങുകയായിരുന്നു, ഇപ്പം ഞാൻ ഉണർന്നു. അടുത്ത വെർബാണ് ഓഫ് സ്റ്റെയിൻ, ടു ഗെറ്റ് അപ്പ്. നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കുന്ന ഒരവസ്ഥ, അവിടെയും എന്തുണ്ട്? മൂവ്മെൻറ്റ്സ് ഉണ്ട്. സോ അതും സൈൻ വെർബാണ്. ഈ വെർബിൻ്റെ പാർട്ടിസിപ്പൽ വരുന്നത് ഓഫ് ഗെസ്റ്റാൻഡൻ, അതാണ്. ഞാൻ നേരത്തെ എഴുന്നേറ്റ് നിന്നിരുന്നു, എങ്ങനെ പറയും? ഇഷ് ബിൻ ഫ്യൂ ഓഫ് ഗെസ്റ്റാൻഡൻ. ഇനി അടുത്ത വെർബാണ് വാക്സൻ, ടു ഗ്രോ. വളരുന്നു എന്നുള്ള മീനിങ്ങാണ് വാക്സിന് വരുന്നത്. ദി പ്ലാന്റ്സ് എ വേക്സ്റ്റ്, അത് പ്രസൻസിലാണ്. ചെടി വളരുന്നു. അപ്പോൾ ചെടി വളർന്നിരുന്നു എങ്ങനെ പറയും? ദി പ്ലാന്റ്സ് എ ഇസ്റ്റ് ഗെ വാക്സൻ. ഇനി ദു ബിസ്റ്റ് സെർ ഗെ വാക്സൻ നമ്മൾ പറയൂലേ, നീ ഒരുപാട് വളർന്നിരിക്കുന്നു, അതാണ് ദു ബിസ്റ്റ് സെർ ഗെ വാക്സൻ. സോ വാക്സിൻ്റെ പാർട്ടിസിപ്പൽ എന്താണ്? ഗെ വാക്സൻ. ഇനി അടുത്ത വെർബാണ് സ്റ്റേർബൻ, ടു ഡൈ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഈ വെർബും എന്താണ്? സൈൻ വെർബാണ്. കാരണം എന്താണ്? ജീവിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്നും മരണത്തിലോട്ട് മാറുന്ന ഒരവസ്ഥ. അതിൻ്റെ പാർട്ടിസിപ്പൽ എന്താണ്? ഗസ്റ്റോർബൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സൈൻ ബോർഡറിസ്റ്റ് ലെസ്റ്റൻ മൊണാറ്റ് ആൻഡ് ഐനം ഗെർഷ്ലാഗ് ഗസ്റ്റോർബൻ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചൊരു വാക്കുണ്ട് ദർ ഗെർഷ്ലാഗ്. ഗെർഷ്ലാഗ് എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ്? അവൻ്റെ ബ്രദർ കഴിഞ്ഞ മാസം ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചിരുന്നു. ചില പ്രത്യേക വെർബിൻ്റെ കൂടെ ഇമ്മർ നുട്സൻ വേർ സൈൻ വെർബ്, അത് നമ്മൾ എപ്പോഴും സൈൻ വെർബാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറച്ച് വെർബുകളുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസാണ് ബ്ലൈബൻ, പസീറൻ, വെർഡൻ, പിന്നെ സൈൻ വെർബും.
ബ്ലൈബൻ എന്ന വെർബിൻ്റെ പാർട്ടിസിപ്പിൾ എന്താണ്? ഗെബ്ലീബൻ. നമുക്കൊരു beispiel നോക്കിയാലോ. ആം വൊഗനൻ്റെ സിൻഡ് വിയർ ഇൻസ് ഹോട്ടൽ ഗെബ്ലീബൻ. എന്താണ്? വീക്കെൻഡിൽ ഞങ്ങൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്തിരുന്നു. ഇനി ഇഷ് ബിൻ സു ഹൗസ് ഗെബ്ലീബൻ. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നു, സ്റ്റേ ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ, അതിനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത വെർബാണ് പസീറൻ. ടു ഹാപ്പൻ. ഇതിൽ കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ പസീറൻ എന്ന വെർബാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പാർട്ടിസിപ്പിൾ എന്ത്? പസിയർട്ട്. beispiel പറയുവാണെങ്കിൽ ടോം ഇസ്റ്റ് ഐനൻ ഉൻഫാൾ പസിയർട്ട്. ടോമിനൊരു അപകടം സംഭവിച്ചു. വെർഡൻ വെർബിൻ്റെ പാർട്ടിസിപ്പിൾ ഗെവോർഡൻ. അതുപോലെ സൈൻ വെർബിൻ്റെയാണ് ഗവേസൻ. ഈ വെർഡൻ വെർബ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും പഠിക്കും കേട്ടോ. പിന്നെ സൈൻ വെർബ് നമ്മൾ ഉപയോഗിക്കും, അല്ല ഹെൽപ്പ് വെർബായിട്ട് സൈൻ വെർബ് ഉപയോഗിക്കുമ്പോൾ ആ വെർബിൻ്റെ തന്നെ നമ്മൾ എന്താണ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യും. ഈ സെൻറ്റൻസ് കണ്ടോ. ആം സോൺടാഗ് ഇസ്റ്റേസ് വിർക്ലിഷ് സെർ കാൾട്ട് ഗവേസൻ എന്ന് വെച്ചാൽ എന്താണ്? ഞായറാഴ്ച നല്ല തണുപ്പായിരുന്നു. ഇവിടെ നമ്മൾ സൈൻ വെർബിൻ്റെ പാർട്ടിസിപ്പിൾ തന്നെയായ ഗവേസൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇനി? പിന്നെ നമ്മൾ ഓരോ വെർബ് പഠിക്കുമ്പോഴും അത് സൈൻ വെർബാണോ ഹാബൻ വെർബാണെന്നും കൂടി നോക്കി പഠിക്കുക. എന്നിട്ട് പാർട്ടിസിപ്പിലോട്ട് മാറ്റുമ്പോൾ കറക്റ്റായിട്ട് ഏത് വെർബാണോ ആ വെർബിൻ്റെ, ഹാബൻ വെർബാണെങ്കിൽ അതിൻ്റെ ഹെൽപ്പിംഗ് വെർബ് യൂസ് ചെയ്യുക, സൈൻ വെർബാണെങ്കിൽ അതിൻ്റെ ഹെൽപ്പിംഗ് വെർബ് യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, ബൈ. ചൂസ്. ഓഫ് വിഡർസെൻ.